ഹലോ ഗൈസ്, ഞാൻ കോഴിക്കോട് ബീച്ചിൽ പോവാണ്. എന്ത് കാണാനാ പോന്നെ? സരസ് മേള കാണാൻ. കുഞ്ചെവിടെയാ പോന്നെ? ഞാനും സരസ് മേള കാണാൻ പോവാൻ. ഹായ് ഹലോ, എല്ലാവർക്കും വണക്കം. ഇന്ന് എൻ്റെ ഇൻട്രോ പറയുന്ന ആൾ ചെറിയൊരു മൂഡ് ഓഫിലാണ് കേട്ടോ. വേറൊന്നും അല്ല, ആൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് വേണ്ട, വേറെ ഏതോ ഡ്രസ്സ് അവൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് മതി എന്ന് പറഞ്ഞിട്ട് മഞ്ജുവായിട്ട് ചെറിയൊരു സംസാരം ഉണ്ടായി. അതാണ് അവളുടെ ആ ഒരു മൂഡ് ഓഫിന് കാരണം. കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഒരു മൂഡ് ഓഫ്. കാറിലൊക്കെ കയറിയപ്പോഴേക്കും അവൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് അമ്മൂസ് പറഞ്ഞതുപോലെ കാലിക്കറ്റ് ബീച്ചിൽ നടക്കുന്ന സരസ് മേള കാണാൻ വേണ്ടിയിട്ടാണ്. മെയ് 2-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ഈ ഒരു സരസ് മേള കാലിക്കറ്റ് ബീച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മെയ് 11-ാം തീയതി സൺഡേ ആണ് സരസ് മേളയിൽ പോയിട്ടുണ്ടായിരുന്നത്. അമ്മ ഇതിനു മുമ്പ് ഒരു ദിവസം ഓൾറെഡി അമ്മയുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ സരസ് മേളയിൽ ഉള്ളതെന്നുള്ളതിന്റെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കയറിയിട്ടുള്ളത് എറണാകുളം റൂട്ടിൽ ഓടുന്ന ഒരു പ്രൈവറ്റ് കാരവാനിലാണ് കേട്ടോ. ഇത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. സരസ് മേളയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെയാണ് ഈ ഒരു കാരവാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സരസ് മേളയെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഏകദേശം 200ഓളം സ്റ്റാളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീ വഴിയുള്ള വിമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ ഒരുപാട് സ്റ്റാളുകളും ഈ ഒരു സരസ് മേളയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 11:45-12 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സൺഡേ ആണെങ്കിലും ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, അധികം തിരക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഓരോരോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെയും സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും ഇനി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുടെയും മോഡൽസ് ഒക്കെയാണ് അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് കഴിഞ്ഞ വർഷം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ആ ഒരു മോഡലാണ് അവരവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സരസ് മേളയിൽ എനിക്ക് തോന്നിയ ചെറിയൊരു വേർതിരിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സ്റ്റാളുകൾ കഴിയുന്നത് വരെയും സെൻട്രലൈസ്ഡ് AC ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ സ്റ്റാളുകൾ തുടങ്ങുന്നത് മുതൽ നോർമൽ ഫാൻസ് ആണ് വെച്ചിട്ടുള്ളത്. ഒന്നുകിലും എല്ലാ സ്റ്റാളുകളിലും AC വെക്കായിരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഫാന് മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള സ്റ്റാളുകളുടെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.